ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള വേറെ ലെവലൊരു കന്നഡ ക്രൈം ത്രില്ലർ കഥയാണ്. കഥയുടെ പേര് ടോബി. ഈ ഒരു കഥ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോയി കണ്ട കഥയാണ്. അതിന്റെ ഒറ്റ കാരണം ഈ കഥയിലെ നമ്മുടെ ഹീറോയുടെ വേറെ ലെവൽ ആക്ടിങ്, ഒരു രക്ഷയില്ലാത്ത സ്റ്റോറി സെലക്ഷനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ തോന്നാത്ത ഒരു അടിപൊളി ട്വിസ്റ്റഡ് ക്രൈം ത്രില്ലർ മൂവിയാണിത്. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കൂട്ടാരും എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി നമുക്ക് കഥ ആരംഭിക്കാം. ഈ കഥയുടെ ആരംഭത്തില് ഒരു ഗ്രാമത്തില് ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവാട്ടമാടുന്ന ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയുള്ള ബലിയാട് അത് കെട്ടുപൊട്ടിച്ച് രക്ഷപ്പെട്ടു പോയല്ലോ. എന്നാൽ ഈ ഒരു ഉത്സവമൊക്കെ നടത്തുന്ന ആ ഗ്രാമത്തിലൊരു പണക്കാരനുണ്ട്, അവന്റെ പേര് ആനന്ദ് എന്നാണ്. അവൻ പറയുന്നുണ്ട്, അതിന് സാധ്യതയില്ലല്ലോ. ഇല്ലടാ, രക്ഷപ്പെട്ടു പോയി. അപ്പോൾ ആനന്ദ് തന്റെ കൂട്ടാളിയോട് പറയുന്നുണ്ട്, നീ പോയിട്ടൊന്ന് നോക്കിയിട്ട് വാ. എന്നാൽ അവൻ പോയി നോക്കുമ്പോൾ അവിടെ ആ ബലിയാടുണ്ട്. അതിന്റെ കാവലിനായിട്ട് അരികിലൊരാളെ ഇരുത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യമെന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു ബലിയാട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഈ ഗ്രാമത്തിലേക്ക് വരാനേ പാടില്ല. ഇനി അത് വന്നു കഴിഞ്ഞാല് നിങ്ങൾ വലിയ ആപത്ത് നേരിടേണ്ടി വരും. കാരണം അത് സാധാരണ ബലിയാടല്ല, മറിച്ച് അത് മാരിയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ചില ഫ്ലാഷ് ബാക്ക് ആണ്. ആ ഒരു ഗ്രാമത്തിലേക്ക് പുതിയൊരു ഇൻസ്പെക്ടർ വരികയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ആയിട്ടുള്ള കോൺസ്റ്റബിൾ ഇല്ലേ, അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ ഗ്രാമത്തില് എന്ത് തരത്തിലുള്ള കേസുകളാ കൂടുതൽ ഉണ്ടാവാറ്? അപ്പൊ കോൺസ്റ്റബിള് ചെറിയ രീതിയിലുള്ള മോഷണ കേസുകൾ, അതുപോലെ മിസ്സിംഗ് കേസുകൾ, പിന്നെ ചില കൊലപാതക കേസുകൾ. എന്നാൽ ഇതൊരു വലിയ ഗ്രാമമൊന്നും അല്ലാത്തതുകൊണ്ട് കൂടുതൽ തല ചുറ്റിക്കുന്ന കേസുകളൊന്നും ഉണ്ടാവാറില്ല. ഉള്ള കേസൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കല. അപ്പൊ ഇൻസ്പെക്ടർ, അതായത് ഇതൊരു നല്ല ഗ്രാമം എന്ന് പറയാം. എന്ത് നല്ല ഗ്രാമമായിട്ട് എന്താ സാറേ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തടയണ്ടേ? അപ്പോൾ ഇൻസ്പെക്ടർ നോക്കുമ്പോൾ, സാറേ, ഞാൻ ശരിക്കും ശ്രദ്ധിക്കാതെ അതിലൊന്നും കാര്യമില്ല. ഞാൻ എന്റെ പോസ്റ്റിന് തന്നെ 20 ലക്ഷം കൊടുത്തിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും തടഞ്ഞാല് നമുക്കും പുളിക്കൂലട്ടാ. അപ്പോഴാണ് ആ ഒരു സ്റ്റേഷന്റെ ജനൽ ചില്ല് ഒരു പെൺകുട്ടി വന്ന് എറിഞ്ഞു പൊട്ടിക്കുന്നേ. അവള് പറയുന്നുണ്ട്, കഴിഞ്ഞ 3 ദിവസമായി എന്റെ അച്ഛനെ കാണാതായിട്ട്. ദിവസവും രാവിലെ വൈകുന്നേരവും ഞാൻ കംപ്ലൈന്റ് തന്നിട്ടും നിങ്ങൾ എന്താ ഒന്ന് അന്വേഷിച്ചിറങ്ങാത്തെ? അപ്പൊ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ജെനി, നീ തൽക്കാലം ഇടുന്ന പോ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിന്റെ അച്ഛനെ കണ്ടുപിടിച്ച് തന്നേക്കാം. ഈ ഒരു ജെനി തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോയിൻ. അപ്പോഴാണ് നമ്മൾ കാണുന്നത്, ജെനിയുടെ മൂക്കില് ഒരു മൂക്കുത്തി കുത്തിയിട്ടുണ്ട്. അത് കാളിയുടെ മൂക്കുത്തി എന്നൊക്കെ പറയാം. അതങ്ങനെ സാധാരണ ഒരാള് കുത്താൻ പാടില്ല. നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ, നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു തീരുമാനമാക്കാം. അപ്പോൾ ജെനി പറയുന്നുണ്ട്, പറഞ്ഞ സമയത്തിന് എന്റെ അച്ഛനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നേരെ ആ ആനന്ദിലെ അവന്റെ അടുത്തേക്ക് പോവും, അവനെ ഞാൻ കൊല്ലും ചെയ്യും. അങ്ങനെ ജെനി അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് കാറിൽ വന്ന ഒരു ഡോക്ടർ, ജെനി, നീ വണ്ടി കയറ്. എന്നാൽ കേട്ട ഭാവം നടിക്കാതെ അവൾ അവിടുന്ന് നടന്നകലെയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഇൻസ്പെക്ടറിലെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല, ആ പെൺകുട്ടി 3 ദിവസമായി കംപ്ലൈന്റ് തന്നിട്ടെന്ന് പറഞ്ഞിട്ട് എന്താ നടപടി എടുക്കാത്തെ? അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ, അവക്ക് ചെറിയ മെന്റലാ. അവള് പറയുന്നൊന്നും ഈ നാട്ടിൽ ആരും ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ തന്നെ അവള് മൂക്കിൽ കുത്തിയ ആ ഒരു മൂക്കുത്തിയില്ലേ, അത് സാധാരണ ആരും ഇടാൻ പാടില്ല. അവള് കാണുന്നില്ല എന്ന് പറഞ്ഞ അവളുടെ അച്ഛനില്ലേ, അവനും ഇവളെ പോലെ തന്നെ മെന്റലാ, എവിടെയെങ്കിലും കുടിച്ച് കിടക്കുന്നുണ്ടാവും. സാറി കേസ് എടുക്കാൻ നിൽക്കണ്ട, വെറുതെ തലവേദനയാവും. അപ്പൊ ഇൻസ്പെക്ടർ, അത് ശരിയാവില്ലല്ലോ, ഇതെന്റെ ആദ്യ കേസല്ലേ, പിന്നെ കൂട്ടിന് നിങ്ങളില്ലേ, നമുക്ക് നോക്കിക്കളയാം. അല്ല, ജെനിയുടെ അച്ഛനാരാ? അപ്പോൾ കോൺസ്റ്റബിള് ആ ഒരു സ്റ്റേഷനിലെ ക്രൈം ഫയൽസ് ഒക്കെ അടുക്കി വെച്ചിട്ടുള്ള ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല, ഇതിലേതാ അവന്റെ ഫയല്? അപ്പോഴാണ് ഒരു ഷെൽഫ് മുഴുവനായിട്ട് അവന്റെ ക്രൈം ഫയൽസ് ആണ്, അതിൽ അവന്റെ പേര് എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോ ഇൻസ്പെക്ടർ തന്നെ ഷോക്കായി പോയിട്ടുണ്ട്. അല്ല, ഇവനിതിപ്പാരാ, ഇത്രത്തോളം കേസുകൾ ഇവന്റെ പേരിലോ? അപ്പോൾ ടോബിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചിലെ ഫാദറിന്റെ അടുത്തേക്ക് നമ്മുടെ കോൺസ്റ്റബിള് ഇൻസ്പെക്ടറെ കൂട്ടിക്കൊണ്ടുപോവാണ്. പോലീസിനെ കണ്ടപ്പോ തന്നെ ഫാദർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വന്നത് ടോബിയെ കുറിച്ച് അന്വേഷിക്കാനാ? അത് കേട്ടപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ ഷോക്കായി പോയിട്ട്, അല്ല ഫാദറെ, നമ്മൾ വന്നപ്പോൾ തന്നെ ടോബിയെ കുറിച്ച് അന്വേഷിക്കാനാന്ന് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായേ? അതായത് ഇതുവരെ എന്നെ കാണാൻ ഒരു പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ടോബിയെ കുറിച്ച് അന്വേഷിക്കാൻ മാത്രമാണ്. അതിനുശേഷം എങ്ങനെയാ നമ്മുടെ ഫാദർ ടോബിയെ കണ്ടെത്തിയത്? ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഫാദർ ജുവനൈൽ ഹോമില് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഗിഫ്റ്റ് മാത്രം ബാക്കിയാവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ജയിലിലെ വാർഡനോട് ചോദിച്ചപ്പോൾ, ഗിഫ്റ്റ് കൊടുക്കാൻ ഇനി ഒരു പയ്യനും കൂടിയുണ്ട്, എന്നാൽ അവന്റെ ക്യാരക്ടർ അത്ര നല്ലതല്ല, അതുകൊണ്ട് തന്നെ അവന് ഒരു സെല്ലില് തനിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടുന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങിയ ഫാദർ, എന്നാൽ ആ ഒരു പയ്യന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തോളാം. വാർഡൻ പറയുന്നുണ്ട്, ഫാദർ, അത് വേണ്ട, കാരണം അവന്റെ ക്യാരക്ടർ വളരെ മോശമാണ്, ചിലപ്പോ നിങ്ങൾ ആരാണെന്നോലും നോക്കാതെ അവൻ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫാദർ, അല്ല, അതിനു മാത്രം എന്ത് വലിയ ശിക്ഷ ചെയ്തിട്ടാ അവന് ഒറ്റക്കൊരു സെല്ലിൽ അടച്ചു വെച്ചിട്ടുള്ളത്? അപ്പോൾ വാർഡൻ പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഒരു ജയിലിലെ വേറൊരു വാർഡൻ ഉണ്ടായിരുന്നു, എന്നാൽ അയാളുടെ സ്വഭാവം കുറച്ച് മോശമാണ്. അയാൾ ആ പയ്യനോട് മിസ്ബിഹേവ് ചെയ്തപ്പോൾ അവൻ അയാളെ പിടിച്ച് കടിച്ചതാണ്. അതിനുശേഷം അവനെ തനിച്ചൊരു സെല്ലിൽ അടച്ചു വെച്ചതാണ്. ഞാൻ എന്താണ് പറയുന്നതെന്ന് ഫാദർ മനസ്സിലായില്ലേ? അപ്പൊ ഫാദർ പറയുന്നുണ്ട്,
അത് സാരല്ല, എനിക്ക് എന്തായാലും അവനൊന്ന് കാണണം, ആ ഒരു സെല്ല് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? അങ്ങനെ സെല്ല് തുറന്നു നോക്കുമ്പോ അവന്റെ മുഖത്ത് ചില ചതവിന്റെ പാടുണ്ട്. അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഫാദറില്ലേ അവനെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്ത് അവനെ സമാധാനിപ്പിക്കുകയാണ്. അറിയാതെ അവന്റെ മനസ്സ് നിറയുന്നുണ്ട്. ഫാദറിനെ അവനും ഹഗ്ഗിയാണ്. അങ്ങനെ അവന് കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റും അതുപോലെ ഭക്ഷണം കഴിക്കാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ പേര് ചോദിക്കുമ്പോൾ അവൻ മറുത്തൊന്നും പറയുന്നില്ല. അപ്പൊ വാർഡനോട് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വാർഡനെ ഇവൻ ആക്രമിച്ചില്ലേ, അതിൽ പോലീസ് ലാത്തി വെച്ച് അവൻ അടിച്ചതാണ്. അതിലവന്റെ വോക്കൽ കോഡ് പൊട്ടിയിട്ട് അവന് സംസാരിക്കാൻ പറ്റാതായതാണ്. അതിനുശേഷം അവന് സംസാരിക്കാനുള്ളത് ആക്ഷൻ വഴിയാണ് അവൻ കൺവേ ചെയ്യാറ്. അപ്പൊ ഫാദർ ചോദിക്കുന്നുണ്ട്, വന്നത് മുതൽ ഞാൻ കേൾക്കാണ്, ആ ഒരു കുട്ടിയെ നിങ്ങൾ അവൻ എന്നാണല്ലോ വിളിക്കുന്നേ, എന്താ അവന് പേരില്ലേ? അവനെന്തെങ്കിലും പേരുണ്ടോന്ന് പോലും നമുക്കറിയില്ല ഫാദർ. ഏതോ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് ആരെയോ കുത്തി കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് അവനെ ജുവനൈൽ ഹോമില് ഈ ഒരു സെല്ലിൽ അടയ്ക്കുന്നത്. അന്ന് മുതലേ ആരും അവനോട് അധികം സംസാരിക്കാറില്ല, പേരും ചോദിച്ചിട്ടില്ല. പിന്നെ ഓരോരുത്തർക്ക് എന്താണോ തോന്നുന്നത് വായിൽ വരുന്നതൊക്കെ അങ്ങ് വിളിക്കലാണ്. അപ്പോൾ ഫാദർ പറയുന്നുണ്ട്, അത് ശരിയാവില്ലല്ലോ, അവനൊരു പേര് വെച്ച് കളയാം. അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു മാമോദിസ ചടങ്ങൊക്കെ നടത്തൂലേ, അതുപോലെ അവന്റെ തലയിൽ കൂടെ ഒഴിച്ച് അവനൊരു പേര് വെക്കുകയാണ്. ഇനി മുതൽ നിനക്കൊരു പേരുണ്ട്, ടോബിയ, ചുരുക്കി ടോബി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ടോബി അവന്റെ കൈ കാണിച്ചിട്ട് എന്റെ പേര് കയ്യിലൊന്ന് എഴുതുവോ? അപ്പോൾ ഫാദറും അവന്റെ പേര് കയ്യിലെഴുതി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത്രയും നാള് അവന് ജയിലിൽ വന്നപ്പോഴൊക്കെ എല്ലാ കുട്ടികളും അവനെ ഒരു അനാഥൻ, പേരില്ലാത്തവൻ, അങ്ങനെ പലതും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ആ ഓരോ ഓർമ്മയും അവന്റെ ഉള്ളിലൂടെ പായുന്നുണ്ട്. അങ്ങനെ ആ ഒരു അച്ഛൻ അവന്റെ പേര് കയ്യിൽ എഴുതി കൊടുത്തില്ലേ, ആ ഒരു പേര് ആ ജയിലിലെ എല്ലാ പയ്യന്മാർക്കും അവൻ കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് അവന്റെ മറ്റൊരു കൈ ഫാദർ കാണിച്ചിട്ട്, ഫാദറിന്റെ പേരില്ലേ അത് എന്റെ ഈ ഒരു കയ്യിൽ എഴുതുമെന്ന് ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാദറിന്റെ പേര് ഇഗ്നീഷ്യസ് എന്ന് ആ ഒരു കയ്യിൽ അദ്ദേഹം എഴുതി കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഫാദർ ആദ്യം ടോബിയെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഫാദർ ആണല്ലേ അവന് പേര് തന്നെ വെച്ചു കൊടുത്തേ? എന്നാൽ അന്ന് ഞാൻ ആ പേര് വെച്ചു കൊടുത്തില്ലേ ടോബിയ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ സാറേ? അതായത് ദൈവത്തിന്റെ അരുൾ കിട്ടിയെന്നാണ്. എന്നാൽ അവൻ ശരിക്ക് അങ്ങനെ ഒരുത്തനായിരുന്നില്ല, ഒരു സാത്താനായിരുന്നു. അതായത് ഞാൻ കരുതിയത് ആ ഒരു പേരൊക്കെ വെച്ചു കൊടുത്ത ശേഷം അവൻ നല്ല രീതിയിൽ ജീവിക്കുന്ന, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. അവനൊന്നുകൂടി പഴയതിൽ മോശമായി. ആ ഒരു ജയിലിലുണ്ടായിരുന്ന അവന്റെ കൂട്ടാളികൾ ആക്രമിക്കുക, അതുപോലെ പോലീസിനെ, വാർഡനെ, അങ്ങനെ ഒരു സാത്താനായിട്ടാണ് അവൻ മാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാദറിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതായത് ഫാദറിന്റെ അധീനതയിലുള്ള ഒരു സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒരു ഗുണ്ടയും അവന്റെ ആൾക്കാരും വന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഫാദർ ഈ ഒരു സ്ഥലം എന്റെ മുത്തശ്ശിയാണ് ചർച്ചിന് എഴുതി തന്നത്. അന്ന് അവർക്ക് വിവരവും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് എനിക്ക് സ്ഥലം വേണമല്ലോ, ആ ഒരു സ്ഥലം അവര് ദൈവത്തിന് വേണ്ടിയിട്ട് ചർച്ചിന് ദാനം ചെയ്തതല്ലേ. ഇപ്പോ അതേ സ്ഥലത്ത് ഒരു സ്കൂൾ കെട്ടി പാവപ്പെട്ട പല കുട്ടികൾക്കും പാഠം പഠിപ്പിച്ചു കൊടുക്കല്ലേ. ദൈവത്തിന് കൊടുത്ത സ്ഥലം തിരിച്ചു തരാൻ പറ്റില്ല. അത് പറഞ്ഞ ശരിയല്ല ഫാദർ, കാരണം കുറെ കടമുണ്ട്. ദൈവം വന്നിട്ട് അത് തീർത്തു തരുമോ? എഗ്രിമെന്റില് ഒപ്പിട് ഫാദർ. അപ്പോ ഫാദർ പറയുന്നുണ്ട്, അതുവരെ എന്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ദൈവത്തിന് വേണ്ടി ഞാൻ നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ, നല്ലത് ചെയ്തതുകൊണ്ട് തന്നെ ദൈവം എന്നെ രക്ഷിക്കാൻ വരുന്നത്, അതുപോലെ ഒരു രക്ഷകനെ അയക്കുകയും ചെയ്തു. എന്നാൽ ആ വന്നത് ദൈവമായിരുന്നില്ല. അപ്പോഴാണ് ഫാദറിനെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് ആ ഒരു ഗ്യാങ്സ്റ്റർ ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നേ. എന്നാൽ ജീവൻ പോയാലും അദ്ദേഹം ഒപ്പിടില്ലാന്ന് വാശി പിടിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ രക്ഷിക്കാന് ആരെങ്കിലും വരുന്നുള്ള വിശ്വാസത്തില. അപ്പോഴാണ് ജയിൽ ശിക്ഷയും കഴിഞ്ഞിട്ട് നമ്മുടെ ടോബി റിലീസ് ആവുന്നത്. നേരെ തന്റെ കയ്യിൽ എഴുതിയ ഫാദറിന്റെ പേര് കാണിച്ച് ഒരു പയ്യനോട് ഫാദർ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഫാദറിന്റെ അവസ്ഥ ടോബി കാണുന്നത്. അപ്പോൾ ഫാദർ പറയുന്നുണ്ട്, അന്ന് എന്നെ രക്ഷിക്കാൻ വന്നത് അതൊരു സാത്താനായിരുന്നു. അങ്ങനെ ഫാദറിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരെയും നമ്മുടെ ടോബി എടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. ഫാദർ എന്തുകൊണ്ടാണ് അവനെ സാത്താനെന്ന് പറഞ്ഞെന്നറിയോ? അതായത് അവന്റെ ഫൈറ്റില് അത്രത്തോളം വയലൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ടോബിക്കാണെങ്കിൽ അധികം ആരെയും പരിചയമില്ലല്ലോ, സ്വന്തം എന്ന് പറയാൻ ആരുമില്ല, പോകാനൊരു വീടോ സ്ഥലവും ഇല്ല. അങ്ങനെ ഫാദറിനൊരു ഹെൽപ്പ് ആവുന്ന കരുതിയിട്ട് അവനോട് അവിടെ തന്നെ സ്റ്റേ ചെയ്തോളം പറയാണ്. അങ്ങനെ ആ ഒരു ചർച്ചിലെ പ്രാർത്ഥനയ്ക്ക് ചർച്ചിന്റെ പ്രസിഡന്റ് കാറായിട്ട് വരുമ്പോ ടോബി ഒരു വണ്ടി കൊണ്ട് തട്ടിട്ട് നിർത്താൻ പറയാണ്. അതിൽ ദേഷ്യം വന്ന് പ്രസിഡന്റ്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാടാ. ടോബിക്ക് ഇനിയിപ്പോ ആരാലെന്താ, അയാളുടെ മുഖത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ നമ്മുടെ പ്രസിഡന്റ് ഫാദറിനോട് കംപ്ലൈന്റ് ചെയ്യാണ്, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു പയ്യനില്ലേ, അവനോട് ഞാൻ ഈ ചർച്ചിന്റെ പ്രസിഡന്റാന്ന് പറഞ്ഞിട്ടും അവൻ എന്റെ കരനെ തടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാദർ, അവൻ ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കാണ്, ഇനി മേലില് അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ടോബിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ആ ഒരു പള്ളിയുടെ മുമ്പിലിരുന്നിട്ട് സിഗരറ്റ് വലിക്കുമ്പോ ഒരാൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ല. അപ്പോ സിഗരറ്റ് നിലത്ത് വെച്ചിട്ട് അയാളുടെ മുഖത്തിന് ഒന്ന് കൊടുക്കുന്നുണ്ട്. ടോബിയെ കാണുമ്പോ എല്ലാവർക്കും വല്ലാതെ പേടിയാണ്. എന്നാൽ ടോബിയായിട്ട് അങ്ങോട്ട് പോയിട്ട് ആരോടും പ്രശ്നമാക്കില്ല. ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാൻ നിന്നാല് അത് ചിലപ്പോ ടോബിക്ക് ഇഷ്ടാവില്ല. അപ്പോ അവരെ പിടിച്ച് കണക്കിന് കൊടുക്കും. എന്നാൽ അതൊക്കെ നമ്മുടെ ഫാദർ ക്ഷമിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ചാരായ ഷോപ്പിൽ പോയിട്ട് വയറ് നിറച്ച് കുടിക്കുക, എന്നിട്ട് പൈസ ചോദിക്കുമ്പോൾ ചർച്ചിലെ ഫാദറിനോട് പോയി വാങ്ങിക്കോളാൻ പറയാം. അങ്ങനെ അയാൾ നേരെ ചർച്ചിലേക്ക് പോയിട്ട് ഫാദറിനോട് നിങ്ങളുടെ പേര് കാണിച്ച് നിങ്ങളുടെ മോന് ഷാപ്പിൽ കുറേയധികം പറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാദർ ആ പൈസ കൊടുക്കാണ്.
അടുത്ത പ്രാവശ്യം പൈസ ഇങ്ങോട്ട് വന്നാൽ മതിയോ? ഇനി മേലാല് അവന് നീ മദ്യം കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞാല് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനാക്കും. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അതിനുശേഷം ആ ഒരു ചാരായ കടയിൽ നിന്ന് ടോബിക്ക് മദ്യം കൊടുക്കാറില്ല. എന്നിട്ട് ഫാദർ പറയുന്നുണ്ട് അതിനുശേഷം അവനോട് ഞാൻ ചർച്ചിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇൻസ്പെക്ടർ, അപ്പോ ടോബി നാട്ടിൽ നിന്ന് തിരിച്ചുപോയോ? എവിടെയും പോയിട്ടില്ല. അതുവരെ പ്രെയർ ഒന്നും ഡിസ്റ്റർബ് ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് പുഴയിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ആ ഒരു മീനും എടുത്ത് നേരെ ചർച്ചിൽ വന്നിട്ട് എന്നെ കാണിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവന് വേറൊരു ഫ്രണ്ടിനെ കിട്ടി. പിന്നീട് അങ്ങനെ പള്ളിയിലേക്ക് വരാറില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും ആ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. ഈ ഒരു ഫ്രണ്ടിന്റെ പേരാണ് ദാമോദരൻ. ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മോർച്ചറിയിൽ ജോലി ചെയ്യാണ്. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല നീയും ടോബിയും തമ്മിൽ എങ്ങനെയാ കണ്ടുമുട്ടുന്നത്? അപ്പോഴാണ് അയാൾ പറയുന്നത്, എന്റെ ഡ്യൂട്ടി പകലായിരിക്കും. അങ്ങനെ രാത്രി ഒരിക്കൽ മീൻ പിടിക്കാൻ ഇരുന്നപ്പോഴാണ് എന്റെ കുറച്ചകലായിട്ട് വേറൊരുത്തിനിരുന്ന് മീൻ പിടിക്കുന്ന ഞാൻ കാണുന്നത്. എന്നാൽ ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ടും മറുഭാഗത്തുണ്ടായിരുന്ന ടോബിന്റെ അടുത്തുനിന്ന് ഒരു റെസ്പോണ്ടും കിട്ടിയില്ല. ഇനിയിപ്പോ നീ ആരാന്ന് പറയാൻ താല്പര്യമില്ലേ? വേണ്ട, ഒരു ബീഡി കിട്ടിയ നല്ലതായിരുന്നു, നല്ല തണുപ്പാണേ. അപ്പോഴാണ് ടോബി അരികിൽ വന്നിരുന്ന് ഒരു ബീഡി കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ അവനോട് ചോദിച്ചേ, അല്ല നിന്നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, നിന്റെ പേരെന്താ? അപ്പോൾ അവൻ അവന്റെ കൈ എനിക്ക് കാണിച്ചു. അതിൽ അവന്റെ പേര് ടോബി എന്നും പിന്നെ അവന് സംസാരിക്കാൻ പറ്റില്ല എന്നും അവനൊരു ആക്ഷനിലൂടെ എന്നെ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി. പിന്നെ സാറേ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മോർച്ചറിയിലാണ്. എന്നാൽ കുറെ നാളായിട്ട് ഒറ്റയ്ക്ക് എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്യണം. അതായത് ഡോക്ടേഴ്സ് പറയുന്ന പോലെ ബോഡിയൊക്കെ കട്ട് ചെയ്യുക. അതിൽ വല്ലാതെ മനസ്സ് മടുത്തിട്ട് ഒരു അസിസ്റ്റന്റിനെ കുറെ നാളായിട്ട് തെരഞ്ഞിരുന്നു. പക്ഷെ ആരും സെറ്റായില്ല. കുറച്ചു ദിവസം ആരെങ്കിലും വരും, എന്നിട്ട് ഇട്ടേച്ചു പോകും. അപ്പോഴാണല്ലോ ടോബി ഒരു ഫ്രണ്ടായിട്ട് കിട്ടിയ. അവനോട് സംസാരിച്ചപ്പോൾ അവനാണെങ്കിൽ പോവാന് വേറൊരു സ്ഥലവും ഇല്ല, ചെയ്യാന് നിലവില് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അങ്ങനെ ടോബിയോട് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് മോർച്ചറിയിൽ എന്റെ കൂടെ കൂടുന്നെന്ന് ചോദിച്ചപ്പോൾ അവനും എതിരൊന്നും പറയാതെ സമ്മതിക്കായിരുന്നു. എന്നാൽ ഞാൻ ആദ്യം കരുതിയത് മോർച്ചറിയിൽ ഞാൻ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാല്, അതായത് ഓരോ ഡെഡ് ബോഡിയും കീറേണ്ടി വരും, അതുപോലെ തലയോട്ടി പൊളിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അവൻ ഇട്ടേച്ച് പോകുന്നതാണ്. ആ ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവന്റെ റിയാക്ഷൻ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അവൻ എന്നോട് ചോദിച്ചേ, അല്ല എപ്പോഴാ നമ്മൾ വയറ് കീറാൻ പോന്നെ? അല്ല എപ്പോഴാ നമുക്ക് തല പൊട്ടിക്കണ്ടേ? അതായത് ഭയങ്കര ഇൻട്രസ്റ്റ് പോലെ. അങ്ങനെ അതിനുശേഷം അവൻ എനിക്ക് വലിയ ഹെൽപ്പായിരുന്നു. കുറെ നാളായിട്ട് എന്റെ മനസ്സ് മടുത്തിടക്കായിരുന്നു. അതിൽ നിന്ന് നല്ലൊരു റിലീഫും കിട്ടി. അതിനുശേഷം ഞാനും ടോബിയും ആ ഒരു മോർച്ചറിൽ തന്നെയാണ് സ്റ്റേ ചെയ്തിരുന്നതും അവിടെ തന്നെയാണ് കിടന്നുറങ്ങിയിരുന്നതൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാനും ടോബിയും സാധാരണ നമ്മൾ പോകുന്ന പോലെ മീൻ പിടിക്കാൻ അതേ പുഴയരികിൽ പോയതാണ്. അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചകലെ നിന്നിട്ട് ഒരു ചെറിയ പൈതലിന്റെ ശബ്ദം കേൾക്കുന്നത്. ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ പോയി നോക്കിയപ്പോ ഏതോ ഒരമ്മ അവരുടെ കുട്ടിക്ക് ജന്മം നൽകിയിട്ട് അർദ്ധരാത്രി അവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ വല്ലാതെ പേടിച്ചുപോയി. എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞില്ല. ആ ഗ്രാമത്തിലെ പല വീട്ടിലും പോയിട്ട് ഞാൻ തട്ടിയിട്ട് ഓരോരുത്തരെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവരോട് ആരോടെങ്കിലും ആ ഒരു കുഞ്ഞിനെ ഒന്ന് ഏറ്റെടുക്കാൻ പറഞ്ഞു. എന്നാൽ ജനങ്ങള് അതിന് സമ്മതിച്ചേയില്ല. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ടോബി ഇല്ലേ, കുറെ നേരം ദാമോദരനോട് മീൻ പിടിക്കാൻ നോക്കിയിട്ട് അങ്ങേര് പോയില്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് മീനെല്ലാം പിടിച്ച് ഇനിയിപ്പോ അങ്ങേര് വരുന്ന സമയത്ത് വരട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴാണ് ഹീറോയ്ക്കൊരു മൂക്കുത്തി കിട്ടുന്നത്. അതും എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് തിരിച്ച് നടന്നു പോകുമ്പോഴാണ് ജനങ്ങൾ കൂടി നിൽക്കുന്ന ടോബി കാണുന്നത്. അല്ല എന്താ ഇവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്നത്? അപ്പോഴാണ് ആ ഒരു ചെറിയ പൈതലിനെ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവര് പറയുന്നുണ്ട്, അല്ല പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളെ ചർച്ചിലെ ഫാദർ ഇല്ലേ അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നോ? എന്നാൽ ടോബി ഇല്ലേ ഒന്നും പറയുന്നില്ല. നേരെ പോയിട്ട് ആ ഒരു കുഞ്ഞു പൈതലെടുത്ത് തിരിഞ്ഞു പോലും നോക്കാതെ നേരെ പോവാണ്. എങ്ങോട്ടായിരിക്കും നമ്മുടെ ഹീറോ പോകുന്നത്? ഹീറോ ഇപ്പോ സ്റ്റേ ചെയ്യുന്നത് ആ ഒരു മോർച്ചറിയിലല്ലേ. അങ്ങനെ നമ്മുടെ ടോബി കിടക്കുന്നതിന്റെ തൊട്ടരികിലെ കുഞ്ഞിനെ പായൽ കിടത്താണ്. എന്നാൽ കുഞ്ഞ് വിശന്ന് കരയില്ലേ. ഇപ്പൊ കുഞ്ഞിന് എന്താ കഴിക്കാൻ കൊടുക്കുക? ടോബിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ടോബി എന്താ കഴിക്കാറ്? സാധാരണ ചോറല്ലേ. അപ്പോൾ ചോറ് കൊടുത്തോക്കാം. എന്നാൽ ആ ഒരു കാഴ്ച അതേ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പൗണ്ടർ ലേഡി കണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ടോബി നീ ഇതെന്താ ചെയ്യുന്നത്? ചെറിയ കുട്ടിക്ക് ആരെങ്കിലും ചോറ് കൊടുക്കുവോ? കുഞ്ഞുങ്ങള് പാലല്ലേ കുടിക്കുവോ? അങ്ങനെ കുറച്ച് പാലെല്ലാം കൊണ്ടുവന്ന് ആ പാല് തിളപ്പിച്ച് നിപ്പിളിലാക്കിയിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ടോബിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുഞ്ഞു പെൺകുട്ടിയെ നമ്മുടെ ടോബി മീൻ പിടിക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അതുപോലെ മോർച്ചറിയിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് അവളെ ഉറക്കും. അങ്ങനെ സ്വന്തം മകളെ പോലെ തന്നെ ആ ഒരു കുഞ്ഞിനെ പരിചരിക്കുകയാണ്. അവസാനം കുഞ്ഞിനൊരു പേരിടണ്ടേ. അങ്ങനെ നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ ഫാദറിന്റെ അടുത്തേക്കാണ്. അപ്പോൾ ഫാദർ പറയുന്നുണ്ട്, അവൾക്ക് എന്റെ അമ്മയുടെ പേര് ജെനയെന്ന് വെക്കാം, എന്നാലേ ഏത് മതം വേണമെന്ന് അവൾ തിരിച്ചറിയുന്ന കാലത്ത് തീരുമാനിച്ചോട്ടെ. അങ്ങനെ നേരെ സ്കൂളിൽ ചേർക്കുകയാണ്. അവസാനം അഡ്രസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ടോബിയോട് സ്റ്റേ ചെയ്യുന്ന മോർച്ചറിയിലല്ലേ, മോർച്ചറിയുടെ അഡ്രസ്സാണ്. അങ്ങനെ കുഞ്ഞു പെണ്ണായ ജെനി എന്തൊക്കെയാണോ പഠിക്കുന്നത് അതൊക്കെ ഹീറോയ്ക്കും അവള് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഷാപ്പിലേക്ക് ചെറുതടിക്കാൻ ഹീറോയും ദാമോദരനും പോയപ്പോ പൈസ ഇല്ലാണ്ട് ഒരു തുള്ളി തരില്ല. അപ്പോഴാണ് ഹീറോ പറയുന്നത്, എനിക്കൊരു മൂക്കൂത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്കത് വിറ്റാല. എന്നാൽ അത് കണ്ടപ്പോ ദാമു പറയുന്നുണ്ട്, അതിനിത് സ്വർണ്ണമൊന്നുമല്ല. അപ്പൊ ജെനി പറയുന്നുണ്ട്, ഇത് വലുതാകുമ്പോ ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞ് അവള് വാങ്ങി വെക്കുകയാണ്. അപ്പോ ദാമോദരൻ ചോദിക്കുന്നുണ്ട്, അല്ലടാ ഇന്നിപ്പോ ഒരു തുള്ളി കഴിക്കാൻ കിട്ടില്ലേ? അപ്പോഴാണ് ടോബി തന്റെ കലാവിരുദ്ധ പുറത്തെടുക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ചാരായം കാഴ്ചയാണ്. ദാമോദരൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ ആള് വേറെ ലെവലാണല്ലോ, ഇത് കുടിച്ചാല് കണ്ണൊന്നും അടിച്ചു പോലല്ലോ. അല്ലടാ എന്താ അത് ഇങ്ങനെ പുക വരുന്നേ? അപ്പൊ ടോബി,
അത് പതിയെ പതിയെ ചാരയായി വരുന്നതാണ്. എന്നാൽ ദാമുവിന് ഇത് കണ്ടപ്പോ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ജെനിയോട് മോളെ നീ ഒന്ന് കുറച്ച് ബേക്കോട്ട് പോ പറഞ്ഞു തീർന്നില്ല, ആ ഒരു ചെമ്പുകലം മൊത്തമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ചാരാൻ കാച്ചതിന് നമ്മുടെ ഹീറോയിൻ ടീമിനെയും പോലീസ് പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ അസിസിനോട് ചോദിക്കുന്നുണ്ട്, അല്ല അവന്മാരെ രണ്ടാളെയും പൊക്കിയത് ഓക്കെ, ആ ഒരു ചെറിയ പെൺകുട്ടി എന്തിനാണ് പോയിട്ട് വന്നത്? സാറേ അവരെ രണ്ടുപേരും വണ്ടി കയറ്റുമ്പോ ആ പെൺകുട്ടി പിടിവാശി പിടിച്ചിട്ട് അവരുടെ കൂടെ വണ്ടിയിൽ കയറിയതാ. പിന്നെ നമ്മള് എന്താ ചെയ്യാ സാറേ? അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടി കൂട്ടിക്കൊണ്ടിരുന്നത്. ഇവരുടെ പേര് സാവിത്രി എന്നാണ്. അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ സാവിത്രിയെ കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയുടെ ഉള്ളില് ലഡ്ഡു പൊട്ടാൻ തുടങ്ങി. ആ ഒരു കാര്യം നമ്മുടെ ജെനിക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ സാവിത്രിയോട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, പ്രോസ്റ്റിറ്റ്യൂഷൻ അത് ഇല്ലീഗലാന്ന് നിനക്കറിയില്ലേ? അപ്പൊ സാവിത്രി, അല്ല സാറേ അതൊക്കെ അവിടെ കേട്ടെ, ആരെ ഇപ്പോ എന്റെ പേര് കംപ്ലൈന്റ് തന്നെ സാറിന്റെ അടുത്തുള്ള ഈ ഒരു കോൺസ്റ്റബിളാ. കുറച്ച് നാളായിട്ട് ഇയാളെ ആ ഭാഗത്ത് കാണാതിരുന്നപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. എന്തായാലും കൊള്ളാം. അപ്പൊ അയാൾ നോക്കിയിട്ട്, ആഹാ താനും ആള് തരക്കേടില്ലല്ലോ. അപ്പോ സാവിത്രിയോട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, തൽക്കാലം നീ പോയിക്കോ, ഇനി നിന്റെ പേരില് ഒരു കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് സാവിത്രി പോകുമ്പോഴും ഹീറോ വായം തുറന്ന് ആ ഒരു ബൾബ് പല്ലും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ, ഇനിയിപ്പോ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ, 3 എണീച്ച് പോയിക്കോ, ഇനി മേലില് ചാരായം കാച്ചിന്നോ എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടിയാല് എന്റെ തനിക്കൊണ്ട നിങ്ങൾ കാണൂട്ടാ. അങ്ങനെ ഹീറോയും ജെനിയും നേരെ അവരുടെ ആ ഒരു മോർച്ചറി വീട്ടിലേക്ക് വന്ന ശേഷം നമ്മുടെ ടോബിയുടെ മുഖത്തുള്ള ആ ഒരു ചിരി മാഞ്ഞിട്ടുമില്ല. സാവിത്രി ഓർത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെനി ചോദിക്കുന്നുണ്ട്, അല്ല ടോബി, ഞാൻ ആ സ്റ്റേഷനിൽ നിന്നേ ശ്രദ്ധിച്ചതാ, പൊട്ടനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ സാവിത്രിയെ മറക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ ടോബി തലയാട്ടിട്ടു ഇന്ന് കാണിക്കുന്നുണ്ട്. അതായത് സാവിത്രിയെ മറക്കാൻ പറ്റില്ല എന്നാ ചെറുതായിട്ട്. അപ്പൊ ജെനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നേരിട്ട് പോയിട്ട് നമുക്ക് സാവിത്രിയോട് കാര്യം പറയാം, ഒരു ലവ് ലെറ്റർ ഞാൻ എഴുതി തരാം. അങ്ങനെ മോർച്ചറി വാനും എടുത്ത് ലെറ്റർ എഴുതിയിട്ട് സാവിത്രി വീടിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ധൈര്യശാലിയായ ടോബിയുടെ മുട്ട് വരയ്ക്കാണ്. അപ്പൊ ജെനി, നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല ടോബി, ഞാൻ തന്നെ കൊടുത്തോളാം. അങ്ങനെ ടോബിയുടെ ലവ് ലെറ്റർ വാങ്ങിയിട്ട് നേരെ സാവിത്രിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ എന്തേത് മരുന്ന് ചേട്ടാ? അപ്പൊ ജെനി പറയുന്നുണ്ട്, ഇത് ഒരു ലവ് ലെറ്ററാ, എന്റെ ടോബിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടാ, അപ്പൊ ടോബി തന്നതാ. അപ്പോഴാണ് സാവിത്രിയുടെ ഒരു കസ്റ്റമർ വരുന്നത്. അയാളെ കണ്ടപ്പോ ജെനി പറയുന്നുണ്ട്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്ന കണ്ടില്ലേ, തൽക്കാലം ചേട്ടനൊന്ന് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാ. അപ്പോ സാവിത്രി ജെനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ടോബി നിന്റെ ആരാ? ടോബി എന്റെ ആരാന്ന് വെച്ചാല് എന്റെ ടോബി അത്ര തന്നെ. നീ ഒരു കാര്യം ചെയ്, ടോബിനോടൊന്ന് വരാൻ പറ, നേരിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചോളാം. അപ്പൊ ജെനി പറയുന്നുണ്ട്, ടോബി അവൻ ഇവിടെ തന്നെ ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ അവിടെ വാനും ഇല്ല ടോബിയും ഇല്ല, എപ്പോഴോ മച്ചന്താടി കാലിയാക്കിനെ. അപ്പൊ ജെനി പറയുന്നുണ്ട്, ഞാൻ ടോബിയെ കൂട്ടിയിട്ട് വരാം. അങ്ങനെ ടോബിയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോ സാവിത്രി പറയുന്നുണ്ട്, ഇനി ഞാനും ടോബിയും നമ്മൾ തമ്മിൽ സംസാരിച്ചോളാം. അപ്പോ ജെനി പറയുന്നുണ്ട്, അതിന് ടോബിക്ക് സംസാരിക്കാൻ പറ്റില്ല, ടോബി നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരണം. അപ്പൊ സാവിത്രി പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഞാൻ മനസ്സിലാക്കിച്ചോളാം. എന്നാൽ ജെനി പറയുന്നുണ്ട്, അതിന് ടോബിക്ക് അതിന് മാത്രം ബുദ്ധിയൊന്നുമില്ല, നിങ്ങൾ പറയുന്നത് അവന് മനസ്സിലാവണ്ടേ, അതിന് ഞാൻ കൂടെ ഉണ്ടായേ പറ്റൂ. അപ്പോ സാവിത്രി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ശരി. പിന്നെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇപ്പോ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ആരും കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം എന്റെ ജീവിതം തന്നെ ഞാൻ എന്റെ ശരീരം വിറ്റാ ജീവിക്കുന്നത്. അപ്പോ ജെനി പറയുന്നുണ്ട്, അതിന് നീ ആരെ വേണമെങ്കിലും വിറ്റ് ജീവിച്ചോ, അതിനിപ്പോ എന്താ, ടോബിയുടെ ഇഷ്ടമൊന്ന് മനസ്സിലാക്ക്. അപ്പൊ സാവിത്രി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, ടോബിക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ട് കല്യാണം നടക്കില്ല, വേണമെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. അതിന് നമ്മുടെ ഹീറോയെ സമ്മതിക്കാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവര് 3 പേരും അവരുടെ ലൈഫിൽ ഈടെയാണ്. അതിനിടയിൽ നമ്മുടെ ടോബിയും സാവിത്രിയായിട്ട് ചെറിയ ചെറിയ പിണക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജെനിയാണ് സോൾവ് ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജെനി ഇപ്പോ വലിയ കുട്ടിയായിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനിറങ്ങുമ്പോഴാണ് സാറ് വന്ന് പറയുന്നത്, ജെനി ഇന്ന് നിനക്ക് പ്രാക്ടീസ് ഉണ്ട്, അതുകൊണ്ട് പോരുത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ഒരു സാറ് ക്ലാസ്സിലേക്ക് കയറിയിട്ട് ജെനിയോട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, സാറേ 1 മിനിറ്റ് ഞാൻ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം. എന്നിട്ട് ജെനി തന്റെ ചെരുപ്പ് ഊരിട്ട് സാർ അടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ജീവനും കയ്യിൽ പിടിച്ച് അവിടെ ഓടി തള്ളുമ്പോ കോപ്പെ നിക്കട അവിടെ. അങ്ങനെ നമ്മുടെ ജെനി നേരെ പോകുന്നത് സാവിത്രി കാണാനാണ്. അവളോട് പറയുന്നുണ്ട്, ഇനി ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല. അപ്പോ സാവിത്രി പറയുന്നുണ്ട്, പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിലേ അവസാനം എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ, നിന്റെ ജീവിതവും നശിപ്പിക്കാനാ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ജെനി പറയുന്നുണ്ട്, വിദ്യാഭ്യാസം കുറച്ച് കുറവാണെങ്കിലും സാവിത്രി നീ എന്താണ് ചെയ്യുന്നതെന്ന് നീ അറിഞ്ഞിട്ടില്ല ചെയ്യുന്നേ. എന്നാൽ കുറെ വിദ്യാഭ്യാസമുള്ള ടീച്ചേഴ്സ് അവരെന്താ ചെയ്യുന്നേ, മാന്യതയുടെ മുഖംമൂടി ഇട്ടിട്ട് ചെറിയ കുട്ടികളുടെ ശരീരത്തിൽ കൈവയ്ക്കല്ലേ. അപ്പോ സാവിത്രി ചോദിക്കുന്നുണ്ട്, അല്ല ജെനി ഇനിയിപ്പോ നീ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? സ്കൂളിൽ വെച്ച് നിനക്ക് നടന്നത് എന്തായാലും ടോബി അറിയണ്ട. അങ്ങനെ അടുത്ത ദിവസം മുതൽ നമ്മുടെ ജെനി കായലിൽ നിന്ന് കറ്റവാരി അത് വിൽക്കാൻ തുടങ്ങാണ്. എന്നാൽ ആ നാട്ടിലെ അലമ്പ് പയ്യന്മാരെ ജെനിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് നമ്മുടെ സാവിത്രി കേൾക്കുന്നുണ്ട്. അവൾക്ക് വല്ലാതെ വിഷമാവാണ്. അങ്ങനെ അടുത്ത ദിവസം രാത്രി നമ്മുടെ ടോബി സാവിത്രിയുടെ വീട്ടിലേക്ക് വരുമ്പോ അവള് ടോബിയുടെ മുഖത്ത് വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ ടോബി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്താ പറ്റിയേ? അപ്പോ സാവിത്രി പറയുന്നുണ്ട്, ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി എത്ര കാലം തന്റെ കൂടെ മോർച്ചറിയിൽ താമസിക്കണം, അവൾക്ക്
അവൾക്ക് എപ്പോഴാ നീ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പോകുന്നേ? അപ്പോൾ ടോബി ചോദിക്കുന്നുണ്ട്, ഞാന് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയാലേ അതിനുശേഷം നീ എന്നോട് സംസാരിക്കുവോ, അതുപോലെ എന്നെ കല്യാണം കഴിക്കുവോ? അപ്പോൾ സാവിത്രി പറയുന്നുണ്ട്, ആദ്യം വീട് കെട്ട്, ബാക്കിയൊക്കെ പതിയെ നടന്നോളൂ. അങ്ങനെ വേഗം തന്നെ ഒരു വീട് റെഡിയാക്കാനായിട്ട് നമ്മുടെ ടോബി ഓരോ ബാങ്കിലും പോയിട്ട് ലോണിന് അപേക്ഷ നോക്കുന്നുണ്ട്. എന്നാൽ ടോബിക്ക് സ്വന്തമായിട്ട് സ്ഥലോ അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും സ്വത്ത് ഒന്നുമില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ടോബിയെ കുറിച്ച് അന്വേഷിച്ചിറങ്ങിയ ഇൻസ്പെക്ടറോട് സാവിത്രി പറയുന്നത്, സാറേ, ഞാനെന്ന് കരുതിയത് അവർക്കൊരു വീട് കിട്ടണമെന്ന് മാത്രം. എന്നാൽ അതിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയാ ടോബി സ്വീകരിച്ചേ. ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെ എന്ത് വഴിയാ ടോബി സ്വീകരിച്ചേ? അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ടോബിയുടെ ആ ഒരു ഗ്രാമത്തിലെ സന്തോഷ് എന്ന ഒരു റൗഡി അതുപോലെ ഒരു ബിസിനസ്സുകാരുണ്ടായിരുന്നു. ഇനിയിപ്പോ ആരെങ്കിലും ആ ഗ്രാമത്തിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനു മുൻപ് സന്തോഷിനോട് അഭിപ്രായം ചോദിക്കണം, അല്ലെങ്കിൽ സന്തോഷമായിട്ട് പാർട്ട്ണർഷിപ്പിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ സന്തോഷമായിട്ട് സംസാരിക്കാതെ ആരെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ ആ ഒരു ഗ്രാമത്തിലെ പല കടകളിലും ആ ഒരു ബിസിനസ് തുടങ്ങിയവന്റെ ഫോട്ടോ വരികയും ചെയ്യും. കുറച്ച് നാളിന് ശേഷം അവനെ കാണാതാവും ചെയ്യും. അതായത് സന്തോഷ് അവന്റെ ആൾക്കാരെ വെച്ചിട്ട് അവനെ കൊന്നു തള്ളു. അങ്ങനെ ഇരിക്കുകയാണ് ഗ്രാമത്തിലേക്ക് ആനന്ദ് എന്ന പുതിയൊരുത്തൻ വരുന്നതും ഒരു മട്ടൻ ഇറച്ചി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ആ ഒരു കാര്യം നമ്മുടെ സന്തോഷ് അറിഞ്ഞിട്ടുണ്ട്. കാലിപ്പിലെ ആ ഒരു കടയിലേക്ക് വന്നിട്ട് ആനന്ദ് വാങ്ങിയ എല്ലാ ഇറച്ചിയിലേക്കും മണ്ണെണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പൊന്നുമോനെ, നീ കട തുടങ്ങിയതോ പോട്ടെ, ഇറച്ചി എടുക്കുകയാണെങ്കിൽ അത് എന്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ നീ ഇറച്ചി വെക്കില്ല. എന്നാൽ ആനന്ദ് സന്തോഷ് അറിയാതെ രാത്രിക്ക് വീണ്ടും ആടിനിറക്കാണ്. അത് സന്തോഷിന്റെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആ ഗ്രാമത്തിലെ പല കടകളുടെ ചുമരിലും നമ്മുടെ ആനന്ദിന്റെ ഫോട്ടോ പതിക്കുകയാണ്. അതായത് ആനന്ദിനെ കൊന്നുകളയാൻ സന്തോഷ് തീരുമാനിച്ചു എന്നതിന്റെ സൂചനയാണത്. ആനന്ദിന് മനസ്സിലായിട്ടുണ്ട്, എത്ര നാളിങ്ങനെ ഒളിഞ്ഞിരിക്കും, ഈ ഒരു നാട് വിട്ട് തന്നെ രക്ഷപ്പെട്ടു പോകുന്നതല്ലേ. അപ്പോ കൂട്ടാളികൾ പറയുന്നുണ്ട്, അതിലും നല്ലൊരു വഴിയുണ്ട്, ആ ഒരു സന്തോഷിനെ തന്നെ അങ്ങ് തീർത്തു കളഞ്ഞാലോ. അപ്പൊ ആനന്ദ് പറയുന്നുണ്ട്, അവൻ അടുത്ത് വരുമ്പോ തന്നെ നെഞ്ചിടിപ്പാണ്, നടക്കുന്ന വല്ല കാര്യം പറ. അപ്പോഴാണ് അവരെ ടോബിയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ നേരെ ടോബിയെ കാണാൻ പോയിട്ട് ടോബിയോട്, നിനക്കിപ്പോ ഒരു വീടല്ല ആവശ്യം, ഞാൻ ഉറപ്പായിട്ടും നിനക്ക് വീട് വെച്ചുതരാം, എനിക്ക് നാട്ടില് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല, ആ ഒരു സന്തോഷിനെ എനിക്ക് വേണ്ടി നീ തീർത്തു തരുമോ? അങ്ങനെ ടോബിയും അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ടോബി ആനന്ദിനോടും കൂട്ടാളികളോടും അവരുടെ കടയിലേക്ക് വരാൻ പറയാണ്. അപ്പോഴാണ് അവരുടെ കടയുടെ പുറത്ത് ആടിന് ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോ 3 ലോഡോളം ആടുകളെ ആര് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആനന്ദാണെങ്കിൽ സന്തോഷിനെ പേടിച്ച്, ഇത് ഞാൻ പറഞ്ഞതല്ല, എന്നെ കുരുതി കൊടുത്ത് നീ അടങ്ങുള്ളോ, ഇതിനെടുത്തിട്ട് ഒന്ന് പോയി തരുമോ? അതിനുള്ളിലെ കാര്യങ്ങളൊക്കെ സന്തോഷം അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ പേടിച്ച് ആനന്ദ് പറയുന്നുണ്ട്, അണ്ണാ, ഇത് ഞാൻ അറിഞ്ഞതല്ല. എന്നാൽ അഡ്രസ്സ് നോക്കുമ്പോ അത് ആനന്ദിന്റെ അഡ്രസ്സ് തന്നെയാണ്. അല്ല മോനെ, നീ ആള് കൊള്ളാല, ഇനിയിപ്പോ നീ അല്ലെങ്കിലേ പിന്നെ ആരാടെ ഇത് ഓർഡർ ചെയ്തേ? അപ്പോഴാണ് ആ ഒരു ആടുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ കൈ പൊക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ടോബി തന്നെയാണ്. അതായത് ഈ ഒരു ആടുകൾ മുഴുവനായിട്ട് ഇറക്കിയത് അത് ടോബിയാണ്. അത് കണ്ടപ്പോ സന്തോഷിന്റെ ആൾക്കാര് കത്തിയുമായിട്ട് ടോബിയുടെ നേരക്ക് പായുന്നുണ്ട്. എന്നാൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവരോരോരുത്തരെയും അടിച്ച് പഞ്ചറാക്കിയിട്ടിട്ട് അവരെ ഓരോരുത്തരെയും കൊന്നു തള്ളുകയാണ്. അവസാനം സന്തോഷിന്റെ കാര്യത്തിലും ടോബി തീരുമാനാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ടോബിയുടെ മനസ്സിലെന്താ, സാവിത്രിയുമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റും, ഹാപ്പി ആയിട്ട് വീട് വെച്ച് ജീവിക്കാൻ പറ്റും. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ജെനി തകർന്നു പോവാണ്. കാരണം ജെനിക്ക് ആകെ ഉണ്ടായിരുന്നത് ടോബി മാത്രമായിരുന്നില്ലേ. പോകുന്നതിന് മുൻപ് ടോബി ആക്ഷൻ കാണിക്കുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് അവരുണ്ടാക്കി തരും. അടുത്ത സീനില് നമ്മുടെ ഇൻസ്പെക്ടറും അസിസ്റ്റന്റും ഇല്ലേ, അവര് നേരെ ജെനിയുടെ വീട് തേടി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന നെയ്ബർ ആന്റി പറയുന്നത്, അതിന് ജെനി അവിടെ ഇല്ല. അവര് ചോദിക്കുന്നുണ്ട്, അപ്പോ ജെനി അവിടെ പോയി? അവളുടെ കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. അപ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടിയെ നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു കുഞ്ഞോള് ജെനിയുടെ മകളാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ആനന്ദ് ടോബിക്ക് ഇത്രയും ചെറിയ വീടാണ് കെട്ടിക്കൊടുത്തത്? അപ്പോ ആ ഒരു ലേഡി പറയുന്നുണ്ട്, ഈ ഒരു നാട്ടില് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇതേ നാട്ടിലേക്ക് മറ്റൊരു കൗശലക്കാരനെ കുറുക്കൻ വന്നു. അങ്ങനെ നാട്ടിലെ അധികാരം ആ കുറുക്കന്റെ കയ്യിലാക്കി. പിന്നെ പണവും അധികാരവും കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യരുടെ സ്വഭാവം പതിയെ മാറില്ലേ. അതായത് ആ ഒരു ഗ്രാമത്തില് സന്തോഷിന്റെ സ്ഥാനത്തേക്ക് ഇപ്പോ ആനന്ദായിട്ടുണ്ട്. ആനന്ദിനോട് ചോദിക്കാതെ ആ ഗ്രാമത്തില് ഒന്നും നടത്താൻ പാടില്ല. എന്നാൽ സന്തോഷ് ചെയ്ത പോലെയല്ല, ആനന്ദ് കുറേയധികം ഡ്രഗ്സ് അതുപോലെ സ്വർണ്ണക്കടത്ത് അങ്ങനെ പല ഇല്ലീഗൽ ബിസിനസ്സും ചെയ്യാൻ തുടങ്ങാണ്. എന്നാൽ ആനന്ദിന്റെ ഇല്ലീഗൽ ബിസിനസ്സുകളൊക്കെ ഒരു ഗവൺമെന്റ് കസ്റ്റംസ് ഓഫീസർ കണ്ടെത്താണ്. എന്നാൽ ആ ഒരു ലോഡൊന്നും ആനന്ദിന്റെ പേരിലല്ല വന്നിട്ടുള്ളത്. അപ്പോ ആനന്ദിനോട് അങ്ങേര് പറയുന്നുണ്ട്, ഇതിപ്പോ ആരുടെ പേരിലാന്ന് അറിയില്ല, എന്തായാലും അങ്ങേർക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു ലോഡോ പോയി ഇതുപോലെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന 3 ലോഡുകളുണ്ട്. അതുപോലെ
എല്ലാ ലോഡും ഞാൻ പൂട്ടിയിരിക്കും. എന്നാൽ ആനന്ദിന് ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അവന് മനസ്സിലാതിരിക്കുവോ? അവന് വല്ലാതെ കലി വരുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജയിലിലായിരുന്ന നമ്മുടെ ടോബിയുടെ ശിക്ഷ കഴിഞ്ഞ് ടോബി പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജെനിയും ദാമോദറും പോയിട്ട് ടോബിയെ റിലീസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ടോബി 10-14 വർഷം ജയിലിൽ കിടന്നിട്ടുള്ള വന്നിട്ടുള്ള നല്ല പ്രായമായിട്ടുണ്ട്. ഇനിയെങ്കിലും പഴയ പോലെ കൊലപാതകത്തിനും അടിപിടിക്കും പോരുതെന്നാണ് നമ്മുടെ ജെനി കരുതുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ജോലിയൊക്കെ ടോബിയും ജെനിയും കൂടി ചെയ്യാണ്. എന്നാൽ നമ്മുടെ ടോബി ജയിലിൽ നിന്ന് റിലീസായ കാര്യം ഓൾറെഡി ആനന്ദ് അറിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ ടോബിയെ കാണാൻ വന്നിട്ട്, അല്ല ടോബി, റിലീസായിട്ട് എന്താ വീട്ടിലേക്കൊന്നും വരാത്തെ? ഇനിയും നമുക്ക് എത്രത്തോളം ജോലി ചെയ്തു തീർക്കാനുണ്ട്? അപ്പൊ ജെനി പറയുന്നുണ്ട് അതിന് ടോബി എങ്ങോട്ടും വരുന്നില്ല. ടോബിക്ക് അതിലും കൂടുതൽ ജോലി ഇവിടെ ചെയ്യാനുണ്ട്. തൽക്കാലം ചേട്ടന്റെ ആൾക്കാരെയും കൂട്ടി ഒന്നുകൂടുന്ന് പോയി തരുമോ? എന്നാൽ അത് വല്ലാതെ ആനന്ദിനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ആനന്ദ് പറയുന്നുണ്ട്, ടോബി നിനക്ക് എന്തായാലും എന്റെ ആവശ്യം വരും, അപ്പോ നേരെ വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ടോബിയും ജെനിയും കൂടി വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു ആനന്ദ് കെട്ടിക്കൊടുത്ത ചെറിയ കുടിസ് വീടില്ലേ, ആ ഒരു വീട് ലോക്ക് ചെയ്തിട്ട് പുറത്തൊരു ഗവൺമെന്റിന്റെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് ജെനി ചോദിക്കുന്നുണ്ട്, എന്റെ വീടിന്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കാന് അത് നീ കെട്ടിയ വീടാണോ? അപ്പോ ഓഫീസർ പറയുന്നുണ്ട്, അത് ഞാൻ കെട്ടിയതല്ല, എന്നാല് ആ വീടുള്ള സ്ഥലം അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ നാട്ടില് പലരും വീട് വെച്ചിട്ടുണ്ട്, അതൊക്കെ അവരുടെ സ്വന്തം സ്ഥലത്താ, അല്ലാണ്ട് നിങ്ങളെപ്പോലെയല്ല. പിന്നെ പ്രശ്നം തീർക്കാൻ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ പ്രസിഡന്റിനോട് ഒന്ന് സംസാരിച്ചു നോക്ക്. അതായത് പ്രസിഡന്റ് വേറെ ആരുമല്ല, ആനന്ദാണ്. ജെനി കലിപ്പിൽ പറയുന്നുണ്ട്, ആ കോപ്പനെ കാണാനേ ഞാൻ വരില്ലട്ടാ. അങ്ങനെ അടുത്ത ദിവസം തന്നെ ടോബി ആനന്ദിനെ കാണാൻ പോവാണ്. ആനന്ദും ആ ഒരു ഓഫീസറെ വിളിച്ചിട്ട് ടോബിയുടെ വീടിന്റെ ആധാരം അത് ഉടനെ തന്നെ അവന്റെ കയ്യിൽ കിട്ടണം, അതിന് വേണ്ട പൈസ ഞാൻ അടച്ചോളാം. എന്നിട്ട് ടോബിയോട്, നിന്റെ പ്രശ്നം ഞാൻ തീർത്തിട്ടുണ്ട്, ഇനി എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമല്ലോ. അങ്ങനെ ടോബി അവരൊരു കടലിൽ കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ ഒരു ക്രഷർ മെഷീൻ ഉണ്ട്, ഇനി മുതൽ ഈ ഒരു മെഷീൻ നീ തന്നെ നോക്കിയാൽ മതി. പിന്നെ എനിക്കിപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു കസ്റ്റംസ് ഓഫീസർ എന്റെ പിന്നാലെ കൂടിയിട്ട് തീരെ സമാധാനം തരുന്നില്ല, അതുകൊണ്ട് അവന്റെ കാര്യം നീ ഒന്ന് തീർത്തു തന്നേക്ക്. അങ്ങനെ ഹീറോയും ആ ഒരു കസ്റ്റംസ് ഓഫീസറെ കൊലപ്പെടുത്തിയിട്ട് ആ ക്രഷിംഗ് മെഷീനിലിട്ട് അരച്ച് പീസുകളാക്കി ചാക്കിലെടുത്ത് ഈ വേസ്റ്റ് കിടില്ലേ അതുപോലൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അതിനുശേഷം ആനന്ദിന് ആരിൽ നിന്നൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ അവർ ഓരോരുത്തരെയും ആ ഒരു മെഷീൻ ഉപയോഗിച്ച് ടോബിയെ കൊണ്ട് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഒരു നാട്ടിലെ MLA പദവി വരെ ആനന്ദിനെ ലഭിക്കാൻ പോവാണ്. അതേ സമയത്ത് നമ്മുടെ ജെനി പ്രശാന്ത് എന്ന ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്. അവനാണെങ്കിൽ പേടിച്ച് പറയുന്നുണ്ട്, ജെനി നമ്മുടെ കാര്യം നിന്റെ അച്ഛൻ അറിഞ്ഞാല് എന്റെ അച്ഛനല്ലേ, അങ്ങേരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോ പ്രശാന്ത് പറയുന്നുണ്ട്, ആനന്ദിന് വേണ്ടിയിട്ട് പലരെയും നിന്റെ അച്ഛനാണ് കൊലപ്പെടുത്തുന്നത്. അതില് ജെനിക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ജെനി നേരെ പോകുന്നത് ആനന്ദിന്റെ വീട്ടിലേക്കാണ്. ആനന്ദാണെങ്കിൽ ഒരു മന്ത്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജെനി വിളിക്കുന്നത്, ഡാ കോപ്പേ നായേ ആനന്ദേ ഇങ്ങ ഇറങ്ങി വാ, ഞാൻ അങ്ങോട്ട് വരണോ അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരുന്നോ? എന്നാൽ ആനന്ദിന് വല്ലാതെ ഷെയിമായിട്ടുണ്ട്. കാരണം ആനന്ദ് തന്നെ എടാ പോടാന്ന് വിളിക്കുന്ന മന്ത്രിയുടെ മുമ്പിലാണ് ജെനി വന്നിട്ട് ആനന്ദിനെ നായെന്ന് വിളിക്കുന്നത്. അല്ല, നിനക്ക് ആരെങ്കിലും കൊല്ലണമെങ്കിൽ അത് നീ തന്നെ ചെയ്യണം, അല്ലാണ്ട് ഒരു കുടില് വീടും കെട്ടിയിട്ട് എന്റെ അച്ഛനെയും പറ്റിച്ച് ചെറിയ ചില്ലറ കാശും കൊടുത്ത് അച്ഛനെ കൊണ്ടല്ല ഇതൊന്നും ചെയ്യിപ്പിക്കണ്ടേ. നീ എന്താ ആണല്ലേ, നീ എന്റെ അച്ഛന് കൊടുത്ത പൈസ വേണ്ടേ? അങ്ങനെ ജെനി കച്ചവടം ചെയ്ത കുറച്ച് ചില്ലറ പൈസ ഉണ്ട്, അത് ആനന്ദിന്റെ മുഖത്തേക്ക് അവള് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ ആനന്ദിന് വല്ലാതെ ഷെയിമേഡായിട്ടുണ്ട്. ആ ഒരു നാണയത്തുട്ടുകള് ആനന്ദ് അവള് പോയ ശേഷം പെറുക്കിയെടുക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ പോലീസ് ടോബിയെ മോഷണ കേസും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ടോബിയെ പുറത്തിറക്കാനായിട്ട് നമ്മുടെ ദാമോദരം പോയിട്ട് ആനന്ദിനോട് പറയുമ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വീട്ടില് ജെനി ഉണ്ടായിരുന്നേ, അവളോട് ഒന്നിങ്ങോട്ട് വരാൻ പറ. അങ്ങനെ ആനന്ദിന്റെ വീട്ടിലേക്ക് ജെനി പോയി നോക്കുമ്പോൾ ആനന്ദിന്റെ ഒരു കൂട്ടാളി പറയുന്നുണ്ട്, ആനന്ദ് കുറച്ച് തിരക്കാം, നീ കുറച്ചേരം വെയിറ്റ് ചെയ്യ്. അങ്ങനെ മണിക്കൂറുകളോളം തന്റെ അച്ഛന് വേണ്ടിയിട്ട് ജെനി അവിടെ കാത്തിരിക്കുകയാണ്. എന്നാൽ കുറെ നേരം കഴിഞ്ഞപ്പോൾ ആനന്ദ് അവിടുന്ന് കാറിൽ എങ്ങോട്ട് പോവാണ്. അപ്പോൾ കൂട്ടാളി പറയുന്നുണ്ട്, ആനന്ദ് കുറച്ച് തിരക്കാം, ഫ്രീ ആയിട്ട് നിന്നെ കാണാൻ വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാത്രി സമയത്ത് നമ്മുടെ ജെനിയുടെ വീട്ടിലേക്ക് ആനന്ദ് വരികയാണ്. അങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും ജെനി അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ ആ ഓരോ നാണയത്തുട്ടുകളില്ലേ അത് പൈസ ഇട്ട് വെക്കുന്ന ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ടോബി റിലീസ് ആവുകയാണ്. എന്നാൽ വീണ്ടും വീണ്ടും ഓരോരോ കേസും പറഞ്ഞ് ടോബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരിക്കൽ ടോബി ജയിലിൽ നിന്ന് റിലീസായിട്ട് എന്തെങ്കിലും ചില്ലറ പൈസക്ക് വേണ്ടിയിട്ട് വീട്ടിലെ ആ ഒരു പൈസ ഭരണിയില്ലേ അതിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അതുകൊണ്ട് ജെനിക്ക് വല്ലാതെ കലി വന്ന് ടോബിയോട് കടിച്ചു കയറി അവിടെ ഇരുന്ന് പോവാണ്. അപ്പോഴാണ് ജെനി ഗർഭിണിയാണെന്ന് ടോബി മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യം ആനന്ദ് അറിഞ്ഞിട്ടുണ്ട്. ആനന്ദ് ജെനിയോട് ചോദിക്കുന്നുണ്ട്, ജെനി ആരാ നിന്റെ കൊച്ചിന്റെ തന്താന്ന് പറ. എന്നാൽ ജെനിയുടെ അഭിമാനം കാക്കാനായിട്ട് നമ്മുടെ പ്രശാന്ത് പറയുന്നുണ്ട്, ഞാനാണ് അവളുടെ കൊച്ചിന്റെ അച്ഛൻ. അത് കേട്ട് ദേഷ്യത്തില് ടോബി പ്രശാന്തിനെ കൊല്ലാൻ നോക്കുമ്പോൾ ജെനി ചോദിക്കുന്നുണ്ട്, നീ അവനെ കൊല്ലുവോ? എന്നെ താണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ നീ ചെയ്യേ. അതില് ടോബിയുടെ ഉള്ളു വല്ലാതെ തകർന്നു വരുന്നുണ്ട്. കൂടുതലൊന്നും പറയാതെ തന്റെ സാധനങ്ങൾ എടുത്തിട്ട് ടോബി നേരെ വീണ്ടും തന്റെ പഴയ വീടായിരുന്ന ആ ഒരു മോർച്ചറിയിലേക്ക് തന്നെ പോവാണ്. അതേ സമയത്ത് നമ്മുടെ
നമ്മുടെ പ്രശാന്ത് തന്നെ ജെനിയെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം ലീഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ടോബിയിലെ തന്റെ മകള് ജെനി തന്നെ ചതിച്ചെന്ന് ഓർത്തിട്ട് ദിവസവും അടിയും പിടിയും കുടിയൊക്കെ ആയിട്ട് തന്റെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെനി തന്റെ കുഞ്ഞിന് ജന്മം നൽകുകയാണ്. അങ്ങനെ അവള് പതിയെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ കാണുന്ന ടോബിക്ക് ആ കുഞ്ഞിനൊന്ന് എടുക്കണം, അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ജെനി കാണാതെ കുറെ ദൂരം നിന്ന് ആ ഒരു കുഞ്ഞിനെ കണ്ട് ടോബി സമാധാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആനന്ദിന്റെ ആ ഒരു സ്മഗ്ലിംഗ് ഇല്ലേ, ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ആരോ ചോർത്തി കൊടുത്തിട്ട് കസ്റ്റംസ് ഓഫീസേഴ്സ് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് ആനന്ദ് ചിന്തിക്കുന്നത്, അല്ല ഇതിപ്പോ ആരായിരിക്കും ചോർത്തുന്നുണ്ടാവുക. അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് തന്റെ ഹാർബറിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജോലിക്കാരോടും ഒരു ഫേക്ക് ആയിട്ടുള്ള ഡീലിങ്ങിന്റെ കാര്യം പറയാണ്. അത് ചോർത്തുന്നത് ആരാണെന്ന് ഇപ്രാവശ്യം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ അവസാനം ഇതിന്റെ പിന്നിലെ അത് നമ്മുടെ ജെനിയുടെ ഹസ്ബൻഡ് പ്രശാന്ത് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ടോബി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പൊ ടോബിയെ കൊണ്ട് തന്നെ അവനെ കൊല്ലിക്കാൻ ഒരു പ്ലാനും സെറ്റ് ചെയ്തിട്ട് നേരെ ടോബിയെ കാണാൻ പോവാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ടോബി, നിന്റെ മകളെ നിലയിൽ നിന്ന് പിരിച്ചത് അത് പ്രശാന്തല്ലേ. അവൻ കാരണം ഇപ്പോ എനിക്കും പല പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ ഞാനവനെ തീർക്കേണ്ടി വരും, അതിലും നല്ലത് നീ തന്നെ തീർക്കുന്നയാ. നിന്റെ മോളെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അവൾ കുറച്ച് പഠിച്ചതല്ലേ, ഹാർബറിലെ കണക്കുകൾ കൂട്ടാനൊരു ജോലി അവൾക്ക് ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പ്രശാന്തിനെ കൊല്ലാനായിട്ട് ഹീറോ കയ്യിലൊരു തോർത്തുമായിട്ട് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ആ ഒരു കാഴ്ച ജെനി കണ്ടുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. പ്രശാന്ത് ആണെങ്കിൽ ജീവനിൽ കൈപിടിച്ച് അവിടുന്ന് എങ്ങോട്ടേക്കോ ഓടി പോകുന്നുണ്ട്. അപ്പോ ദേഷ്യത്തില് ജെനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവനെ കൊല്ലാൻ നോക്കുന്നേ? അപ്പൊ ടോബി പറയുന്നുണ്ട്, നിന്നെ എന്നിൽ നിന്ന് പിരിച്ചത് അത് അവനല്ലേ. അപ്പോ ജെനി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ കരുതി വെച്ചിട്ടുള്ളേ? ഞാന് പ്രശാന്തുമായിട്ട് അഴിഞ്ഞാടി നടന്നിട്ടാ ഗർഭിണിയായെന്നോ? നിന്നെ നായെപ്പോലെ ഒരുതും കൊണ്ടുനടക്കുന്നില്ലേ നിന്റെ മുതലാളി ആനന്ദ്? അവൻ കാരണാടാ എനിക്കിതൊക്കെ സംഭവിച്ചേ. നിന്നെ പലപ്പോഴും പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയില്ലേ? ആ ഒരു സമയത്തൊക്കെ ആനന്ദ് ജെനിയുടെ വീട്ടിലേക്ക് വന്ന് അവളെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ആനന്ദിന്റെ മുഖത്തേക്ക് ജെലി വലിച്ചെറിഞ്ഞ ആ ഓരോ നാണയത്തൊട്ടില്ലേ, ഓരോ പ്രാവശ്യം അവൻ വരുമ്പോഴും ആ ഓരോ നാണയത്തൊട്ടാണ് അവൻ ആ ബോക്സിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോപ്പം കാരണം ഞാൻ ഗർഭിണിയായ. അത് കേട്ട് ഉള്ളു തകർന്ന് ദേഷ്യത്തില് നമ്മുടെ ടോബി ഒരു കത്തിയെടുത്ത് ഇറങ്ങുമ്പോ ജെനി ചോദിക്കുന്നുണ്ട്, ആ നേരെ പോയിട്ട് അവനെ കൊന്നോ? എന്നിട്ട് നീ നേരെ ജയിലിലേക്കല്ലേ പോവാ? പിന്നെ നിന്നെ പുറത്തിറങ്ങാനായിട്ട് അവനെ പോലെ ആരൊക്കെയാ ഇനി എന്റെ അടുത്തേക്ക് വരാൻ പോകുന്നേ? അതും കൂടി കേട്ടപ്പോ നമ്മുടെ ടോബി തകർന്ന് പൊട്ടിക്കരഞ്ഞു പോവാണ്. അത് കണ്ടപ്പോ ജെനിക്ക് സഹിച്ചില്ല. ജെനി നമ്മുടെ ടോബിയെ അവളുടെ മടിയിൽ കിടത്താണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ടോബി, ഇനിയെങ്കിലും പഴയ പോലെ അടിയും പിടിയും കൊലയൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാ സന്തോഷത്തിൽ ജീവിച്ചേ അതുപോലെ സമാധാനത്തില് നമുക്ക് ജീവിച്ചൂടെ? അങ്ങനെ ടോബി അതിന് സമ്മതിക്കാണ്. അങ്ങനെ അന്ന് രാത്രി അവർ കടന്നുറങ്ങിയിട്ട് രാവിലെ ജെനി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ടോബിയെ കാണാനില്ല. അങ്ങനെ അന്ന് മുഴുവനായിട്ട് ആ നാട് മുഴുവനായിട്ട് തന്റെ അച്ഛൻ ടോബിയെ തേടിയിട്ട് കാണാതായിട്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ സീനാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഓരോരുത്തരുടായിട്ട് ടോബി എവിടെയുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർ ഓരോരുത്തരും പറയുന്നുണ്ട്, എന്തായാലും ടോബി വന്നിരിക്കും. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ടോബിയിലെ പ്രശാന്തിനെയും കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ടോബി അടുത്ത ദിവസം തന്നെ പോയത് പ്രശാന്ത് ജീവനിൽ പയന്നിട്ട് നാട് വിട്ട് പോരുന്നില്ലേ അവനെ തേടി പിടിക്കാനാണ്. എന്നാൽ ടോബി പ്രശാന്തുമായിട്ട് നാട്ടിലേക്ക് വന്ന കാര്യം ആനന്ദും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേരെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ജെനിയെ കാണുന്നില്ല. അപ്പോൾ നെയ്ബർ ലേഡി പറയുന്നുണ്ട്, മോള് വീട്ടിലുണ്ട്, ജെനി നിങ്ങളെ തേടി എങ്ങോട്ട് ഇറങ്ങിയതാ. അത് പറഞ്ഞു തീർന്നില്ല, അതിനുള്ളിലെ ആനന്ദിന്റെ ആൾക്കാരെ ടോബിയെ അടിച്ച് താഴെയിടാണ്. എന്നിട്ട് പ്രശാന്തിനെ അവര് കുത്തി കൊന്നുകളയുന്നുണ്ട്. അതുപോലെ ഹീറോയുടെ ശരീരത്തിലും കുറേയധികം വെട്ടിടുന്നുണ്ട്. അടുത്ത സീനിലെ അവര് എങ്ങനെയൊക്കെയോ ടോബിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നുണ്ട്, പ്രശാന്ത് ഓൾറെഡി മരണപ്പെട്ടു പോയിരുന്നു, ടോബിയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പ് പറയാനും പറ്റില്ല. ടോബിക്ക് വെട്ടേറ്റ് തെറിഞ്ഞിട്ട് നമ്മുടെ ഫാദർ ഓടി വരുന്നുണ്ട്. അപ്പോൾ നെയ്ബർ ലേഡി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ജെനിയുടെ മോള് കുറെ നാളെ ഉത്സവത്തിന് പോണെന്ന് പറയുന്നത്, അവള് വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ, അവളെ ഒന്ന് കൊണ്ടുപോകോ? അടുത്ത സീനില് നമ്മുടെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, ടോബിയുടെ കാര്യം ഏകദേശം തീരുമാനമായ മട്ട, അതുകൊണ്ട് സാറ് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ നാട്ടിലെ ഉത്സവമൊന്നും സാറ് കണ്ടിട്ടില്ലല്ലോ, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ. അടുത്ത സീനില് നമ്മുടെ ഡോക്ടറിലെ നെയ്ബർ ലേഡിയോട് പറയുന്നുണ്ട്, ടോബി അവൻ ഒരിക്കലും കണ്ണു തുറക്കരുത്, അതാണ് ടോബിക്കും നല്ലത്, അതുപോലെ എല്ലാവർക്കും നല്ലത്. അപ്പോ നെയ്ബർ ലേഡി ചോദിക്കുന്നുണ്ട്, അല്ല സാറെന്ന് അങ്ങനെ പറഞ്ഞേ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അവനെങ്ങാനും കണ്ണു തുറന്ന് ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാല് അവൻ ഇപ്പൊ അനുഭവിക്കുന്ന വേദനയില് 100 മടങ്ങ് വേദനയായിരിക്കും. അപ്പോഴാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് നമ്മൾ കാണുന്നത്. കഥയുടെ ആരംഭത്തിൽ നമ്മുടെ ടോബിയെ കാണാതായിട്ട് മൂക്കിൽ ആ ഒരു അമ്മന്റെ മൂക്കുത്തലും കുത്തി ജെനി തേടി ഇറങ്ങിയിരുന്നില്ലേ? അങ്ങനെ സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഡോക്ടർ പിന്നാലെ പോയിട്ട് ജെനിയോട് കാറിൽ കയറാനും പറഞ്ഞിരുന്നില്ലേ? എന്നാൽ അവൾ എന്തും പറഞ്ഞു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നേ, ആനന്ദിനെ കൊല്ലാൻ പോകുന്നല്ലേ. അങ്ങനെ ആ കാറിൽ കയറാതെ കയ്യിലൊരു കത്തി എടുത്തിട്ട് അവൾ നേരെ പോയത് ആ ഒരു ആനന്ദിന്റെ കടയിലേക്കാണ്. എന്നിട്ട് ആ കത്തി വെച്ചിട്ട്
അവൻ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ വല്ലാതെ കലിപ്പ് വന്ന ആനന്ദ് അവളെ അടിച്ച് താഴെയിട്ടിട്ട് അവന്റെ ആ ഒരു ക്രഷറിലെ അതില് ജെനിയുടെ ബോഡി അരച്ചു കളയാണ്. ആ ഒരു കാഴ്ച അന്ന് നേരിട്ട് നമ്മുടെ ഡോക്ടറും കണ്ടിരുന്നു. എന്നാലേ എങ്ങാനും ഡോക്ടർ പുറത്തു പറഞ്ഞാല് പിന്നെ ഡോക്ടറിന്റെ കാര്യം എന്താവെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങേര് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ടോബി കണ്ണ് തുറക്കാൻ പാടില്ല. തന്റെ മകൾക്ക് സംഭവിച്ചത് ടോബി അങ്ങനെ അറിഞ്ഞാലേ അവൻ തകർന്നു പോയില്ലേ. അപ്പോ നെയ്ബർ ലേഡി പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് ശരിയാ, അവൻ ഒരിക്കലും കണ്ണ് തുറക്കാൻ പാടില്ലായിരുന്നു. എന്നാലും അവൻ കണ്ണ് തുറന്നു പോയല്ലോ. സാറ് പറഞ്ഞതൊക്കെ അവൻ കേട്ടുപോയില്ലേ. ടോബി ആണെങ്കിൽ തകർന്നു പോയിട്ട് ആ ഒരു വേസ്റ്റേക്ക് വലിച്ചെറിയുന്ന സ്ഥലത്തേക്ക് തന്റെ മകളുടെ ബോഡി തെരഞ്ഞു പോവാണ്. തന്റെ മകളുടെ ചെതിരക്കിടക്കുന്ന ആ ഒരു പീസ് എടുത്ത് ടോബി നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ ജെനി ധരിച്ച ആ ഒരു മൂക്കുത്തിയില്ലേ അത് അവൻ കയ്യിലെടുക്കാണ്. എന്നിട്ട് ആ ഒരു മൂക്കുത്തിയും ധരിച്ചിട്ട് അവൻ നേരെ പോകുന്നത് ആ ഒരു ഉത്സവത്തിനാണ്. ഇതേ ഉത്സവത്തിന്റെ ചടങ്ങ് തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ദൈവമായിട്ടാടുന്ന ആ ഒരാൾ പറഞ്ഞിരുന്നില്ലേ, ഒരിക്കലും ആ ഒരു ബലിയാട് ഈ ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാല് വലിയ ആപത്തായിരിക്കും സംഭവിക്കാന്ന്. ആ ഒരു ബലിയാട് അത് വേറെ ആരുമല്ല, നമ്മുടെ ടോബി തന്നെയാണ്. അങ്ങനെ ആ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ടോബി ഒരു കുതിരപ്പുറത്ത് വന്നിറങ്ങാണ്. അങ്ങനെ ഉള്ളിലെ ഓരോ ദേഷ്യം എടുത്ത് ആനന്ദിനെ കൊല്ലാൻ പോകുമ്പോ അവനെ തടുക്കുന്ന ഓരോരുത്തനെയും ടോബി അടിച്ച് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. ആ ഒരു കാഴ്ച ഉത്സവം കാണാൻ വന്ന നമ്മുടെ ഇൻസ്പെക്ടറും കാണാണ്. അങ്ങനെ അവസാനം ആനന്ദിന്റെ നേരേക്ക് പോകുമ്പോ ആനന്ദ് ടോബിക്ക് നേരെ പായുന്നുണ്ട്. അങ്ങനെ തന്റെ മകളുടെ ഓർമ്മയുമായിട്ട് ടോബി ആനന്ദിനെ അടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. അതിനിടയിൽ ടോബിക്കും നല്ല മുറി തന്നെ പറ്റാണ്. അവസാനം ആ ഒരു അമ്പലത്തില് ബലി കൊടുക്കുന്നൊരു ബലി വാളുണ്ട്, അത് വെച്ചിട്ട് ആനന്ദിന്റെ തല തന്നെ വെട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നാലൊരു കൊലപാതകം ഒരു പോലീസുകാരനെ കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇൻസ്പെക്ടറിനെ ടോബിയുടെ നെഞ്ചില് നിറയൊഴിക്കേണ്ടി വരികയാണ്. അങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന നമ്മുടെ ടോബിയുടെ അരികിലേക്ക് ജെനിയുടെ മകളിലെ ഓടി വന്നിട്ട് ടോബിയുടെ എഴുന്നേൽക്കാനും പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോ നമ്മുടെ ഫാദറിലെ അദ്ദേഹം വന്ന് ആ ഒരു കുട്ടിയെ തന്റെ തോളിലേറ്റിട്ട് അവിടുന്ന് തിരിഞ്ഞു നടക്കാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു കഥ എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ഒരു കഥ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കേണ്ട കഥ തന്നെയാണ്. പിന്നെ കുറച്ചധികം നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു മടുത്തു, അതുകൊണ്ട് മടിയാവുന്നുണ്ട്. എന്നാലും ചെറിയൊരു ഫുഡ് ഇൻഫെക്ഷൻ പോലെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതായി പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാ കൂട്ടുകാരും മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരില്ലേ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ട്വിസ്റ്റ് മലയാളി എന്ന ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.